നമുക്കിന്ന് ഡയബറ്റീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇന്ന് ഒരുപാട് പേർക്ക് ഡയബറ്റീസ് ഉണ്ട്. എൻ്റെ പ്രായത്തിൽ എൻ്റെ കൂടെ നേവിയിൽ ബാച്ച്മേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറെ പേർക്ക് ഡയബറ്റീസ് ഉണ്ട്. അവർ മരുന്നും കഴിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ ഡയബറ്റീസ്? കാരണം ഞാൻ കേട്ടിടത്തോളം ഡയബറ്റീസ് ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് തരാത്തൊരു രോഗമാണ് അല്ലെ? ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. എന്താണ് ആക്ച്വലി ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു രോഗം? ഓക്കെ, ഇതിലിപ്പം പറഞ്ഞു നല്ലൊരു എക്സ്പീരിയൻസ് തരാത്ത അസുഖമാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പൊതുവേ അതിനെ ഫ്രെയിം ചെയ്യാറില്ല. ഡിസീസ് വെരി സ്വീറ്റ് യെറ്റ് വെരി ബിറ്റർ. യെറ്റ് വെരി ബിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും മധുരം തന്നെ ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്, പക്ഷെ അതിന്റെ എക്സ്പീരിയൻസ് വളരെ ബിറ്റർ. ആൻഡ് ഓൾസോ യു മെൻഷൻ സംതിങ് റൈറ്റ് നൗ ദാറ്റ് ഓഫ് യുവർ ഏജ് കാറ്റഗറി. സോ ഐ ഡോണ്ട് പ്രിസ്യൂം ദാറ്റ് യു ആർ വെരി ഓൾഡ് ടു പ്രൗഡ്ലി പ്രൊനൗൺസ് ദാറ്റ് യുവർ കാറ്റഗറി ഓഫ് പീപ്പിൾ ആർ ഡയബറ്റിക്. അതിൽ പറഞ്ഞ പോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. നൗ ബിഫോർ വി come up to the understanding of what lifestyle is, diabetes എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ നോക്കാം. Diabetes is a disease, that is disease or disorder എന്ന് വേണം പറയാം, അല്ലെങ്കിൽ സിൻഡ്രോം എന്ന് വേണമെങ്കിൽ പറയാം. ബേസിക്കലി ഇറ്റ്സ് റിലേറ്റഡ് ടു കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസം. അതായത് നമ്മളെ ശരീരത്തിൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ അത് സിമ്പിൾ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ആവുകയും ആ ഗ്ലൂക്കോസിന്റെ യൂസേജ് ശരീരത്തിൽ എഫക്ട് ആകുമ്പോൾ വരുന്ന ഒരു അസുഖമാണ് ഈ പറയുന്ന ഡയബറ്റീസ് എന്ന് പറയാം. രണ്ട് ടൈപ്പ് ഉണ്ട്. വൺ ഈസ് ടൈപ്പ് 1 ഡയബറ്റീസ് ആൻഡ് സെക്കൻഡ് ഈസ് എ ടൈപ്പ് 2 ഡയബറ്റീസ്. ടൈപ്പ് 1 ഡയബറ്റീസ് നമ്മൾ പറയുന്നത് ഏർലി ഓർ ജുവനൈൽ ഓൺസെറ്റ് ഫ്രം എ വെരി ടെൻഡർ ഏജ്, യങ് ഏജിൽ നിന്ന് വരുന്നതായിരിക്കാം. അതുകൊണ്ട് തന്നെ ആ സമയത്തുള്ള ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളിന്റെ മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഇൻസുലിൻ കൊടുത്തുള്ള ചികിത്സ നടത്തുക. കാരണം ഈ സ്റ്റേജിൽ ഡയബറ്റീസ് ഡയഗ്നോസ് ആകുമ്പോഴത്തേക്ക് അവരുടെ ശരീരത്തിൽ ഇൻസുലിന്റെ ഉൽപാദനം കുറവായിരിക്കും. ഇൻസുലിന്റെ ഉൽപാദനം കുറയുമ്പോഴത്തേക്ക് ഗ്ലൂക്കോസിന്റെ മെറ്റബോളിസം എഫക്ട് ആവുകയും ഗ്ലൂക്കോസ് ലെവൽ കൂടിയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഇതിനെ ഇൻസുലിൻ കൊടുത്തുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിനാണ് പറയുന്നത് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് ടൈപ്പ് 1. ഇനി നമ്മൾ കോമൺലി കാണപ്പെടുന്ന ഒരു ഇതാണ് പറഞ്ഞത് ടൈപ്പ് 2 ഡയബറ്റീസ്. അത് ഇന്ത്യ ഈസ് പ്രൗഡ്ലി ദി ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ്. അതിലും വി ദി എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി ഫ്രം ദി ഗോഡ്സ് ഓൺ കൺട്രി ഈസ് റേഷ്യേറ്റിംഗ് ഹൈ ഓൺ ദാറ്റ്. കേരളമാണോ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള സംസ്ഥാനം? കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഡയബറ്റീസ് ഉള്ള സംസ്ഥാനം. Now we have to understand, we are ലിറ്ററസിയിൽ നമ്മൾ മുന്നിൽ നടക്കുന്നു, പല കാര്യങ്ങളും നമ്മൾ മുന്നിലാണ്. അതിന്റെ കൂടെ ഡയബറ്റീസ് മുന്നോട്ട് പോകുന്നത് where is it lacking? Now coming actually to the understanding of type 2 diabetes, type 2 diabetes is unlike type 1 diabetes. ഇൻസുലിന്റെ അഭാവമല്ല, മിക്ക കണ്ടീഷനിൽ ഇൻസുലിൻ കൂടുന്നതാണ്. We will wonder that നമുക്ക് ഇൻസുലിൻ ഇല്ലാത്തപ്പോഴും ഡയബറ്റീസ് ഉണ്ട്, ഇൻസുലിൻ കൂടുമ്പോഴും ഡയബറ്റീസ് ഉണ്ട്. അതെങ്ങനെ ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയാവുന്ന? ഇൻസുലിന്റെ ബേസിക് റോൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻസുലിൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ അത് സിംപ്ലസ്റ്റ് ഫോം ആയി, അതായത് ഷുഗറോ ഗ്ലൂക്കോസ് ആയി കൺവേർട്ട് ആകുമ്പോഴത്തേക്ക് അത് സെൽസിലേക്ക് വരും. അതിന്റെ ഒപ്പം അത് ഇൻസുലിനെ കൂടെ വിളിച്ചുകൊണ്ട് വരും. ഫോർ വാട്ട്? ടു അപ്ടേക്ക് ഇറ്റ്, മസിൽസ് ഉള്ളിലേക്ക് എടുക്കും. സോ ഇൻസുലിൻ സംവെയർ ആക്ട് ആസ് എ കാറ്റലിസ്റ്റ് ഓർ ഏജന്റ് ഓർ സംവെയർ വി സേ കീ ഫോർ ദിസ് ബ്ലഡ് ഷുഗർ ടു ഗെറ്റ് യൂട്ടിലൈസ്. ഇനി ഇൻസുലിൻ റെസിസ്റ്റൻസ് വന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ മെഷേഴ്സ് കാരണം, അല്ലെങ്കിൽ ഫോൾട്ടി ലൈഫ് സ്റ്റൈൽ കാരണം എന്താ പറ്റുന്നത് വെച്ചാൽ ഇവിടെ കുറെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടുകയും അതേപോലെ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടിയ വിസറൽ ഫാറ്റ് ആണ് മെയിൻ. വിസറൽ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ഓർഗൻസിന്റെ മേലിൽ അടിഞ്ഞിരിക്കുന്ന ഫാറ്റ്. അവിടെ ഇത് ഇൻസുലിന്റെ റെസിസ്റ്റൻസ് ഉണ്ടാക്കും. അപ്പൊ എന്താ പറ്റുന്നത്? ഗ്ലൂക്കോസും ചെല്ലുന്നുണ്ട്, ഇൻസുലിനും ചെല്ലുന്നുണ്ട്, പക്ഷെ സെൽസിന് ഗ്ലൂക്കോസിന്റെ അപ്ടേക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇതിന് പറയുന്ന സെക്കൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ് മെലിറ്റസിന് നമ്മൾ ഇൻസുലിൻ ഡിപെൻഡന്റ് എന്നല്ല പറയുന്നത്, ഇൻസുലിൻ റിക്വയർഡ് ഡയബറ്റീസ് മെലിറ്റസ്. റിക്വയർഡ് എന്ന് വെച്ചാൽ വേണമെങ്കിൽ ഇൻസുലിൻ കൊടുക്കാന്നുള്ള രീതിയിലുള്ള ഡയബറ്റീസ് മെലിറ്റസ്. സോ പ്രൈമറിലി ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് നമുക്ക് സാധാരണക്കാർക്ക് കുറച്ചും കൂടെ എന്താ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലേക്ക് ഞാനൊന്ന് കൺവേർട്ട് ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പൊ ഇൻസുലിൻ കുറയുമ്പോഴാണ് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നത്, അല്ലെങ്കിൽ ഇൻസുലിന്റെ എഫക്റ്റ് കുറയുമ്പോഴാണ്, അല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ കുറയുമ്പോഴാണ്. വേറെ ഒരു കാര്യം കൂടെയല്ല, ഇൻസുലിൻ യൂസ് ചെയ്യാതെ വരും, അതായത് നമ്മുടെ ശരീരം സെക്രീറ്റ് ചെയ്യുന്ന ഇൻസുലിൻ ശരീരത്തിന് യൂസ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാവുന്ന സ്റ്റേജ് ആണ് ടൈപ്പ് 2 ഡയബറ്റീസ്. അല്ലെങ്കിൽ അപ്പൊ ഇതിന്റെ പ്രധാന കാരണങ്ങൾ എന്താ? ഇതിന്റെ പ്രധാന കാരണങ്ങൾ മെറ്റബോളിക് ഡിസീസ് ആയ അമിതവണ്ണം ഉണ്ടാവാം, ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവാം, ഹൈ സ്ട്രെസ് ലെവൽസ് ഉണ്ടാവാം, അതേപോലെ വേറെ അണ്ടർലൈങ് ഡിസീസസ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും ഏർലി സ്റ്റേജിൽ PCOD പോലത്തെ കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്ന സ്ത്രീകളിൽ ദാറ്റ് ക്യാൻ ലേറ്റർ ഓൺ ഓൾസോ ഡെവലപ്പ് ഇൻ ടു ഡയബറ്റീസ്. അതിന്റെ ഒരു കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഫിസിക്കൽ ഇനാക്ടിവിറ്റിയും ഡയറ്റ് ആണ് മേജർ തിങ് ദാറ്റ് വർക്ക്സ് ഓൺ ക്രിയേറ്റിംഗ് ആൻ ഇൻസുലിൻ റെസിസ്റ്റൻസ്, വേറിൻ ബോഡിയുടെ ഇൻഫ്ലമേറ്ററി മാർക്കേഴ്സ് കൂടുകയും അല്ലെങ്കിൽ വിസറൽ ഫാറ്റോ അല്ലെങ്കിൽ സബ്ക്യൂട്ടീനിയസ് ഫാറ്റോ കൂടുകയും അവിടെ ബോഡിക്ക് ഈ ഉള്ള ഇൻസുലിൻ ദ ബോഡി ഈസ് ട്രൈങ് ടു മേക്ക് യൂസ് ചെയ്യാതെ വരുന്ന ഒരു അവസ്ഥ. ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നടക്കുന്ന എന്താണ്? ഷുഗർ ശരീരത്തിന്
കിട്ടുന്നില്ല. യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഏർലി ഫസ്റ്റ് പറഞ്ഞ പോയിന്റ്, അതായത് ഇൻസുലിൻ ഡിപെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസിൽ ബോഡിക്ക് ഇൻസുലിൻ ഉൽപ്പാദിക്കാൻ പറ്റുന്നില്ല. രണ്ടാമത് ഉൽപ്പാദിച്ചു ഉണ്ടെങ്കിലും ശരീരത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2 ഡയബറ്റീസ്.